Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ചെറുപുഴയിൽ ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. വെസ്റ്റേളേരി നാട്ടക്കലിലെ പി കുമാരനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. അപകടത്തിൽപ്പെട്ട് നിർത്താതെ പോയ ലോറി പിന്നീട് ചെറുപുഴ പോലീസ് പിടികൂടി. താവം റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജിന് സമീപം പരസ്യ മദ്യപാനം പതിവാകുന്നു. ഫുട് ഓവർ ബ്രിഡ്ജ് വഴി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് യാത്രക്കാർ. പ്രതിഷേധം വ്യാപകമാകുന്നു. നിർമ്മാണം തുടങ്ങി 4 വർഷമായിട്ടും പൂർത്തിയാകാത്ത ഒരു പാലമുണ്ട്. പയ്യന്നൂർ ചെറുപുഴ റോഡിൽ മാത്തിലിനടുത്ത് വടവന്തൂരിൽ. വീതി കുറഞ്ഞ പഴയ പാലത്തിലൂടെയാണ് നിലവിൽ ഗതാഗതം. എത്രയും പെട്ടെന്ന് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നാളത്തെ ഇന്ത്യ യുവാക്കളുടേതാണെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. അയത്രവയൽ സാന്ത്വന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 35ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. ചെറുപുഴയിൽ ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. വെസ്റ്റേളേരി നാട്ടക്കലിലെ പി കുമാരനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. അപകടത്തിൽപ്പെട്ട് നിർത്താതെ പോയ ലോറി പിന്നീട് ചെറുപുഴ പോലീസ് പിടികൂടി. ടോറസ് ലോറിയും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ തൽക്ഷണം മരിച്ചു. വെസ്റ്റേളേരി നാട്ടക്കലിലെ പി കുമാരനാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെ ചെറുപുഴ തിരുമേനി റോഡ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. കുമാരൻ സഞ്ചരിച്ച സ്കൂട്ടിക്ക് പിറകിൽ ലോറി ഇടിക്കുകയായിരുന്നു. സംഭവത്തിനുശേഷം നിർത്താതെ പോയ ലോറി പിന്നീട് ചെറുപുഴ പോലീസ് പിടികൂടി. സംഭവമറിഞ്ഞ് ചെറുപുഴ പോലീസും പെരിങ്ങോം ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. താവം റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജിന് സമീപം പരസ്യ മദ്യപാനം പതിവാകുന്നു. ഫുട് ഓവർ ബ്രിഡ്ജ് വഴി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് യാത്രക്കാർ. പ്രതിഷേധം വ്യാപകമാകുന്നു. താവം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ഫുട് ഓവർ ബ്രിഡ്ജ് വഴി പൊതുജനങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കാറില്ല. ഇവിടെ മദ്യപാനികളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും താവളമായി മാറുകയാണ്. രാപ്പകൽ ഭേദമില്ലാതെ ഇവിടെ മദ്യപാനം നടക്കുന്നു. താവത്തെ ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപത്തായതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകളെത്തി പട്ടാപ്പകൽ ഇവിടെ നിന്നും മദ്യപിക്കാറുണ്ട്. ഇത് പരിസരവാസികൾക്ക് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു. പഴയങ്ങാടി ഭാഗത്ത് നിന്ന് പള്ളിക്കര, താവം, താവത്തെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം ആളുകൾ പോകുന്ന വഴികൂടിയാണിത്. ഇവിടം കാടുമൂടിയ അവസ്ഥയിലാണ്. ഫുട് ഓവർ ബ്രിഡ്ജിന് മുകളിൽ മദ്യക്കുപ്പികൾ നിറഞ്ഞ അവസ്ഥയാണ്. ചിലർ മദ്യക്കുപ്പികൾ ഇവിടെ തന്നെ എറിഞ്ഞുടയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആരും ഇതുവഴി ഇപ്പോൾ യാത്ര ചെയ്യാറില്ല. ഫുട് ഓവർ ബ്രിഡ്ജിന്റെ ഉയരക്കൂടുതലും രാത്രികാലങ്ങളിൽ തെരുവു വിളക്കുകൾ ഇല്ലാത്തതും ആളുകൾക്ക് ഇതുവഴി സഞ്ചരിക്കുന്നതിന് തടസ്സമാകുന്നു. ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ കാട് മൂടിയിട്ടെല്ലാം കിടക്കുകയാണ്. ഈ പാലം ഹൈറ്റായതുകൊണ്ട് ആൾക്കാർ കയറൽ കുറവാണ്. അപ്പോൾ ഇവിടെ പല സമയത്ത് കള്ളുടിയും ഇതെല്ലാമാണ്. പിന്നെ പെണ്ണുങ്ങളെല്ലാം നല്ലോണം പോകുന്ന പരിയാണ്. അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇവിടെ പോലീസ് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ല, കുറവാണ്. പോലീസ് ഇല്ല, വരാറില്ല, കുറവാണ്. അങ്ങനെ പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പെണ്ണുങ്ങൾക്ക് സുഖമായിട്ട് അപ്പുറത്തേക്ക് കടന്നിട്ട് പോകാൻ പറ്റും. റെയിൽവേ പാലത്തിന് അടിവശത്തുകൂടി റെയിൽവേ ലൈൻ മുറിച്ചു കടന്നാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. ഇത് ഏറെ അപകടങ്ങൾക്കും കാരണമായേക്കാം. റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് പരിസരം ശുചിയാക്കണമെന്നും നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു.
പരസ്യ മദ്യപാനികളുടെ ശല്യം വ്യാപകമായപ്പോൾ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ ബോർഡ് സ്ഥാപിച്ചിരുന്നു. ബോർഡ് സ്ഥാപിച്ചപ്പോൾ താൽക്കാലിക ശമനമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും പരസ്യ മദ്യപാനം വ്യാപകമായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്: മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. നമ്മളിപ്പോൾ ഉള്ളത് താവം റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്താണ്. ഇവിടെ രാവും പകലും മദ്യപാനികളുടെ ശല്യം കൂടി വരികയാണ്. പാലത്തിൻ്റെ ഓവർബ്രിഡ്ജിന് മുകളിലും സമീപ പ്രദേശങ്ങളിലും മദ്യപാനികൾ പെരുകുകയാണ്. പരസ്യ മദ്യപാനത്തിനെതിരെ പോലീസ് കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇന്നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നിർമ്മാണം തുടങ്ങി 4 വർഷമായിട്ടും പൂർത്തിയാകാത്ത ഒരു പാലമുണ്ട് പയ്യന്നൂർ ചെറുപുഴ റോഡിൽ മാത്തിലിനടുത്ത വടവന്തൂരിൽ. വീതി കുറഞ്ഞ പഴയ പാലത്തിലൂടെയാണ് നിലവിൽ ഗതാഗതം. വീതി കൂടിയ റോഡിന് ഈ ഭാഗത്ത് ചെറിയ ഒരു പാലമാണുള്ളത്. ഇരുവശത്തു നിന്നും ഓരോ കാറുകൾ എതിരെ വന്നാൽ പോലും കടന്നുപോകാൻ പ്രയാസം. ഇറക്കം കൂടിയായതിനാൽ നിരവധി അപകടങ്ങൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഇത് കണക്കിലെടുത്താണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണത്തിന്റെ വേഗതയാകട്ടെ ഒച്ചിഴിയുന്നതിനേക്കാൾ കഷ്ടമാണ്. നിർമ്മാണം എങ്ങുമെത്താത്തതിനാൽ ആദ്യ കരാറുകാരനെ മാറ്റി പുതിയ കരാറുകാരനെ ഏൽപ്പിച്ചിരുന്നു. എന്നിട്ടും നിർമ്മാണം പൂർത്തീകരിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഏകദേശം 4 വർഷത്തോളത്തിൽ അധികമായി ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട്. എന്നാൽ പാലത്തിൻ്റെ പണി ഒച്ചിൻ്റെ വേഗതയിലാണ് നടക്കുന്നത്. ഈ പാലത്തിൻ്റെ പണി തുടങ്ങി ആദ്യം തന്നെ കരാറുകാർ ഇത് വളരെ മെല്ലെ പോവുകയും ആ കരാറുകാരനെ മാറ്റുകയും പിന്നെ വേറെ കരാറുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ തുടർന്ന് വന്ന കരാറുകാരും ഈ പാലത്തിൻ്റെ പണി തുടങ്ങി കുറച്ച് സ്പീഡൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വീണ്ടും ഇപ്പോഴും പാലത്തിൻ്റെ പണി നിലച്ച സ്ഥിതിയിലാണുള്ളത്. എത്രയും പെട്ടെന്ന് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നാളത്തെ ഇന്ത്യ യുവാക്കളുടേതാണെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. അയത്രവയൽ സാന്ത്വന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 35ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളത്തെ ഇന്ത്യ യുവാക്കളുടേതാണെന്നും അതിനുവേണ്ടി മനസ്സും ശരീരവും ദൃഢതയുള്ളതാക്കണമെന്നും കഥാകൃത്ത് ടി പത്മനാഭൻ പറഞ്ഞു. അയത്രവയൽ സാന്ത്വന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 35ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദൃഢതരമാക്കുവാനുള്ള എല്ലാ പ്രവൃത്തികൾക്കും നേതൃത്വം നൽകണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും, നിങ്ങൾ അത് ചെയ്യും. ഇതിൻ്റെ ഭാരവാഹികൾക്ക് അതിനുള്ള നേതൃത്വ പാഠവുമുണ്ട് എന്ന ശുഭവിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ നിങ്ങളെല്ലാവരും. ചടങ്ങിൽ ദ്രോണാചാര്യ അവാർഡ് നേടിയ ഇന്ത്യൻ കബഡി കോച്ച് ഇ ഭാസ്കരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവും പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് എം സുരേന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ടി വി നാരായണൻ, എ വി രമണി, ക്ലബ്ബ് സെക്രട്ടറി പി വി സുകുമാരൻ, സി അജയകുമാർ, കെ വി മധു എന്നിവർ സംസാരിച്ചു. ഫ്യൂഷൻ മ്യൂസിക്കും നാട്ടുകാർ അണിനിരുന്ന വിവിധ കലാപരിപാടികളും അയത്രവയൽ ഗ്രാമോത്സവവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കടുത്ത വേനൽ ചൂടിലും നാട്ടുകാർക്കും പക്ഷിമൃഗാദികൾക്കും ആശ്വാസമായി അമ്പലക്കുളം. കൈതപ്രം തൃക്കുറ്റേരി കൈലാസനാഥ ക്ഷേത്രക്കുളമാണ് കടുത്ത വേനലിലും വറ്റാത്ത തെളിനീര് ഉറവയായത്. സംസ്ഥാനത്ത് വേനൽ കടുത്തതോടെ പല ജലാശയങ്ങളും വറ്റിവരളുന്ന കാഴ്ചയാണ് കാണാനുള്ളത്. എന്നാൽ കടുത്ത വേനൽക്കാലത്തും നാട്ടുകാർക്കും പക്ഷിമൃഗാദികൾക്കും ആശ്വാസമായിരിക്കുകയാണ് കൈതപ്രം തൃക്കുറ്റേരി കൈലാസനാഥ ശിവക്ഷേത്രത്തിന്റെ കുളം. കുന്നിൻമുകളിൽ പാറപ്രദേശത്താണ് കുളം സ്ഥിതി ചെയ്യുന്നത്. സമീപ പ്രദേശത്തെ കുളങ്ങളും തോടുകളും വറ്റിവരളുമ്പോൾ ഈ കുളം വറ്റാതെ തെളിനീരുറവിയായി നിൽക്കുകയാണ്. പരുന്തുകൾ ഉൾപ്പെടെയുള്ള നിരവധി പക്ഷിക്കൂട്ടങ്ങളാണ് ഇവിടെ വെള്ളം കുടിക്കുന്നതിനും ചൂടിന് ശമനമേകാൻ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നതിനുമായി എത്തുന്നത്. പൊതുവെ വേനൽക്കാലത്ത് കുളങ്ങളിലെയും പുഴകളിലെയും വെള്ളം വറ്റിപ്പോകാറുണ്ട്. കുന്നിൻമുകളിലെ പാറപ്രദേശത്തുള്ള ഈ കുളം വറ്റാതെ നിൽക്കുന്നത് ജനങ്ങൾക്ക് ഇപ്പോഴും അത്ഭുതമാണ്. ഇത്രയും സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയും ഉയർച്ചയിൽ നിൽക്കുന്ന ഇത് എല്ലാവർക്കും ഒരു മഹാ അത്ഭുതവും കൂടിയാണ്.
നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഈ പ്രദേശത്ത് ഈ 4 ഗ്രാമങ്ങളെയും സംരക്ഷിക്കുന്ന ശിവക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ തീർത്ഥക്കുളമായിട്ടാണ് ഇത് സങ്കല്പിച്ചു പോരുന്നത്. ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാം വളരെ ഒരു അത്ഭുതമായിട്ട് പണ്ടുകാലം തൊട്ടേ ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നതും കൂടിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വെള്ളരിയാനം മുണ്ടപ്രം കാവിന് സമീപത്തെ പറമ്പുകളിൽ തീപിടുത്തം. ഏക്കർ കണക്കിന് സ്ഥലം കത്തിനശിച്ചു. ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വെള്ളരിയാനം മുണ്ടപ്രം കാവിന് സമീപത്തെ പറമ്പിൽ തീപിടുത്തമുണ്ടായത്. ഉച്ചസമയമായതിനാൽ തീ പെട്ടെന്ന് ആളിപ്പടർന്നു. ചെറുചെടികളും മരങ്ങളുമടക്കം അഗ്നിക്കിരയായി. ഏക്കർ കണക്കിന് സ്ഥലമാണ് തീപിടുത്തത്തിൽ കത്തിനശിച്ചത്. തീ പടരുന്നത് കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. പെരിങ്ങോത്തു നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ തോമസിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാർഷിക വിളകളുടെ സംഭരണത്തിനും സംസ്കരണത്തിനും ആധുനിക സാങ്കേതിക വിദ്യകൾ മാത്രം പ്രയോജനപ്പെടുത്തുന്ന പുതിയ കാലത്തും വീടുകളുടെ മച്ചിൻപുറത്ത് തൂക്കിയിട്ട വെള്ളരികൾ പഴയ മനുഷ്യരുടെ ഓർമ്മകളിലുണ്ട്. ഇക്കാലത്തും വെള്ളരികൾ തൂക്കിയിട്ട അത്യപൂർവം വീടുകൾ ഗ്രാമീണ മേഖലകളിൽ അവശേഷിക്കുന്നുണ്ട്. കരിവെള്ളൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൃഷിയെ മാത്രം ഉപജീവനമാർഗമാക്കിയ ഇന്നലെകളിൽ പഞ്ഞമാസമായിരുന്നു കർക്കിടകം. കർക്കിടക മാസത്തിലേക്ക് വിളവിലെ ഒരു പങ്ക് മാറ്റിവെച്ചില്ലെങ്കിൽ പട്ടിണിയാകും ഗതി. കർക്കിടകത്തിലേക്കുള്ള ഗ്രാമീണ കർഷകരുടെ ഈടുവയ്പിന്റെ ഇത്തരം ഓർമ്മകളുയർത്തുന്ന വീടുകളുണ്ട് കരിവെള്ളൂർ, കൂക്കാനത്തും പെരളത്തുമെല്ലാം. മഞ്ഞ നിറത്തിലുള്ള സ്വർണ്ണവെള്ളരികൾ മനോഹരമായി കെട്ടിത്തൂക്കിയിട്ട വീടുകൾ. വയലിൽ നിന്നും മഞ്ഞ നിറമുള്ള വെള്ളരി വിളവെടുത്താൽ അവ വീടിന്റെ മച്ചകങ്ങളിൽ തിരിയോല ഉപയോഗിച്ച് കെട്ടിത്തൂക്കുന്നതാണ് കർക്കിടക മാസത്തിലേക്കുള്ള ഈടുവയ്പ്. സ്വർണ്ണ നിറമുള്ള വെള്ളരി സ്വർണമായി കാണുന്ന രീതിയായിരുന്നു വടക്കേ മലബാറിലെ കർഷകർക്ക്. ഇത് വെള്ളരിക്ക തെങ്ങിൻ്റെ ഓല കൊണ്ട് ആണ് മടങ്ങനെ ഇങ്ങനെ മോതിരം പോലെ ആക്കിയിട്ടാണ് വെള്ളരിക്ക മുക്കല്. അത് വർഷത്തിലേക്ക് വേണ്ടിയിട്ട് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ആണ് വെക്കുന്നത്, സൂക്ഷിക്കുന്നത്. ഈ വെള്ളരി മച്ചകങ്ങളിലും വരാന്തകളിലുമൊക്കെ തിരിയോല ഉപയോഗിച്ച് കെട്ടിത്തൂക്കുന്നത് ഐശ്വര്യമായാണ് കരുതിപ്പോന്നിരുന്നത്. കർക്കിടക മാസത്തിൽ വെള്ളരി കൊണ്ടുള്ള കറികളാണ് പഴയകാലത്ത് കൂടുതലും ഉണ്ടാവുക. മത്തനും കുമ്പളവുമൊക്കെ ഈ രീതിയിൽ ഈടുവയ്ക്കാറുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ യൂണിവേഴ്സൽ കോളേജിൽ വിദേശ ഭാഷാ പഠന കേന്ദ്രം ആരംഭിച്ചു. ജർമ്മൻ ഡെലിഗേറ്റ് സ്റ്റെഫാൻ ഷണ്ടേറ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ യൂണിവേഴ്സൽ കോളേജിൽ ആരംഭിച്ച വിദേശ ഭാഷാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജർമ്മൻ ഡെലിഗേറ്റ് സ്റ്റെഫാൻ ഷണ്ടേറ നിർവഹിച്ചു. ജർമ്മൻ, ജപ്പാൻ, കൊറിയ, IELTS, OET തുടങ്ങിയ വിദേശ ഭാഷകൾ വിസ ഫോർ സ്റ്റഡി റെസിഡൻഷ്യൽ ക്യാമ്പസിലൂടെ പരിശീലനം നൽകുന്നു. It opens chances to young people, and Germany is a great opportunity for this. You have a long legacy of sending young people from Kerala to other regions, Gulf states, United Kingdom, and Germany is quite new here. And Germany is also it's a different cultural context. It's not within the overall United Kingdom. And an English-speaking context is a different language. And വിസ ഫോർ സ്റ്റഡി MD അഡ്വക്കേറ്റ് ബെന്നി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിവേഴ്സൽ MD T ശങ്കരനാരായണൻ, നിത്യാനന്ദ പോളിടെക്നിക് മുൻ പ്രിൻസിപ്പൽ സെബാസ്റ്റ്യൻ തോമസ്, TJ സന്തോഷ്, C ബാലകൃഷ്ണൻ, ജനാർദ്ദനൻ PV, ജ്യോതിഷ് കുമാർ KP, ദാസൻ K, രാകേഷ് KP തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ജൈവ കർഷകൻ കണ്ടോത്ത പയ്യൻചാലിലെ KBR കണ്ണൻ ഒരുക്കിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പയ്യന്നൂർ കൃഷി ഓഫീസർ KV ഷീന വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 40 വർഷമായി 100% ജൈവരീതിയിൽ മാത്രമാണ് KBR കണ്ണൻ പച്ചക്കറി കൃഷി ഒരുക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിച്ച് വിവിധങ്ങളായ പച്ചക്കറിയിൽ ഇത്തവണ 100 മേനി വിളവാണ് ഇദ്ദേഹം നേടിയെടുത്തത്. KBR കണ്ണൻ ഒരുക്കിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നിരവധി പേരുടെ സാന്നിധ്യത്തിൽ നടന്നു. പയ്യന്നൂർ കൃഷി ഓഫീസർ KV ഷീന വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. 16ഓളം നാടൻ വിത്തുകളാണ് ഇത്തവണ കണ്ണൻ കൃഷി ചെയ്തത്.
ഒറീസ വെള്ളരി, ഒറീസ വെണ്ട, ബീഹാർ പീച്ചിങ്ങ എന്നിവ ഏറെ പ്രത്യേകതയുള്ളതാണ്. വെള്ളരി തന്നെ 4 തരത്തിൽ ഉള്ളവയാണ് ഇത്തവണ കൃഷി ചെയ്തത്. ജൈവ കൃഷിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേള നടന്നത് ആലുവയിലാണ്. ഈ മേളയിൽ 17 തരം നാടൻ ജൈവ പച്ചക്കറി വിത്തുകളുടെ 2000 പാക്കറ്റാണ് KBR കണ്ണൻ വിറ്റഴിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിനിമാ താരം സംയുക്ത വർമ്മ മാടായി തിരുവർക്കാട്ടുകാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ 9 മണിയോടെയാണ് സംയുക്ത വർമ്മ ക്ഷേത്രത്തിൽ എത്തിയത്. സിനിമാ താരം സംയുക്ത വർമ്മ മാടായി തിരുവർക്കാട്ടുകാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ 9 മണിയോടെയാണ് സംയുക്ത വർമ്മ ക്ഷേത്രത്തിൽ എത്തിയത്. സംയുക്ത വർമ്മ മാടായിക്കാവിൽ വഴിപാടുകൾ സമർപ്പിച്ചു. ക്ഷേത്രം നവീകരണ സമിതിയിലേക്ക് സംഭാവനയും നൽകി. ക്ഷേത്രം മാനേജർ നാരായണ പിടാരർ, നവീകരണ സമിതി ജനറൽ സെക്രട്ടറി KVN ബൈജു എന്നിവർ ചേർന്ന് സംയുക്ത വർമ്മയെ സ്വീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. CRM ബാഡ്മിന്റൺ അക്കാദമിയുടെ അനുബന്ധ സ്ഥാപനമായ CRM ടേബിൾ ടെന്നീസ് അക്കാദമിയുടെ 1ാമത് കണ്ണൂർ ജില്ലാ ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് CRM അക്കാദമിയിൽ നടന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അനൂപ് KV ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അനൂപ് KV ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ടേബിൾ ടെന്നീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PV ശിവദാസ്, CRM ഡയറക്ടർ PV രാജേന്ദ്രൻ, ടേബിൾ ടെന്നീസ് നാഷണൽ പ്ലെയറും കോച്ചുമായ സ്റ്റെജിൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ മാങ്ങാട്ടുപറമ്പ് ഹൈഫൈവ് ടേബിൾ ടെന്നീസ് അക്കാദമിയിലെ അനുഗ്രഹവും, വനിതാ വിഭാഗത്തിൽ കണ്ണൂർ മില്ലേനിയം ടേബിൾ ടെന്നീസ് അക്കാദമിയിലെ ചൈത്ര പ്രജിത്തും വിജയികളായി. വിജയികൾക്ക് ടേബിൾ ടെന്നീസ് ഇന്റർനാഷണൽ അമ്പയർ PV ശിവദാസൻ സമ്മാനങ്ങൾ നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാനായി ജോളി സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച വോളിബോൾ സമ്മർ കോച്ചിംഗ് ക്യാമ്പിന്റെ ആദ്യഘട്ടം സമാപിച്ചു. 80ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഒരു മാസക്കാലം നീണ്ടുനിന്ന വോളിബോൾ ക്യാമ്പാണ് കുട്ടികൾക്കായി സംഘടിപ്പിച്ചത്. ഉത്തര മലബാറിലെ പ്രധാന വോളിബോൾ ക്ലബ്ബായ കാനായി ജോളി സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെൺകുട്ടികൾ ഉൾപ്പെടെ 80ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിന്റെ 1ാം ഘട്ടം സമാപിച്ചു. ഇന്ത്യൻ വനിതാ ടീം മുൻ കോച്ച് T ബാലചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. NV പ്രകാശൻ, NP ലക്ഷ്മണൻ, MK ഗിതേഷ്, KP ഷൈമ എന്നിവർ സഹായികളായി. വോളിബോൾ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി PP കൃഷ്ണൻ ക്യാമ്പിന്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ഫാസ്റ്റ് അക്കാദമി ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ഫാസ്റ്റ് അക്കാദമി കണ്ണൂർ കാസർഗോഡ് ജില്ലാ അണ്ടർ 14 ഫുട്ബോൾ ടൂർണമെന്റ് കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ വിവിധ അക്കാദമികളിൽ ഫുട്ബോൾ പരിശീലനം നടത്തിവരുന്ന കുട്ടികൾക്ക് അവരുടെ ടീമായി മറ്റു ടീമുകളോട് ചേർന്ന് മാറ്റുരയ്ക്കാൻ പറ്റുന്ന അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ള നിലയിൽ 12 വയസ്സിന് താഴെ 14 വയസ്സിന് താഴെയൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടി 2 തലങ്ങളിലുള്ള ടൂർണമെൻറ്റുകൾ ഈ മൈതാനിയിൽ ഇന്ന് മുതൽ ആരംഭിക്കുന്നു. ഫാസ്റ്റ് അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P രാധാകൃഷ്ണൻ, A കരുണാകരൻ മാസ്റ്റർ, PV സുരേന്ദ്രൻ, KV പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ തൃക്കരിപ്പൂർ ഫുട്ബോൾ അക്കാദമി ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയെ പരാജയപ്പെടുത്തി. 2ാം ദിനം കാലിക്കടവ് ഫുട്ബോൾ അക്കാദമിയെ PFA പയ്യന്നൂർ നേരിടും. 2ാമത്തെ മത്സരത്തിൽ ടാലന്റ് സ്പോർട്സ് അക്കാദമി മാത്തിൽ ഫുട്ബോൾ അക്കാദമിയെയും നേരിടും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുപുഴ യൂനോമെഡ് മെഡിക്കൽ സെന്ററിന്റെ നേതൃത്വത്തിൽ മെയ് 1 ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ അലർജി മെഡിക്കൽ ക്യാമ്പ് കാക്കയംചാലിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് ക്യാമ്പിൽ ചികിത്സ ലഭ്യമാക്കുന്നത്. മെയ് 1 ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ കാക്കയംചാലിലാണ് അലർജി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത പൾമനോളജിസ്റ്റ് ഡോക്ടർ സൂര്യയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. കഫക്കെട്ട്, ശ്വാസതടസ്സം, കോവിഡിന് ശേഷം കാണപ്പെടുന്ന കിതപ്പ്, വലിവ് എന്നിവയ്ക്ക് ക്യാമ്പിൽ ചികിത്സയുണ്ടാകും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് ക്യാമ്പിൽ ചികിത്സ ലഭ്യമാക്കുന്നത്. യൂനോമെഡ് MD റാഷിദ് M, GM ബഷീർ SLP, അഫീദ N, റാഹിമ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പഴയങ്ങാടി മൂലക്കിൽ കിളിർക്കുടിയൻ ധർമ്മദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ആഘോഷത്തിന് തുടക്കം കുറിച്ച് മുത്തുക്കുടകളുടെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടുകൂടിയ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. മൂലക്കിൽ കിളിർക്കുടിയൻ തറവാട് ധർമ്മദേവസ്ഥാനം കളിയാട്ടം 3 ദിവസങ്ങളിലായി നടക്കുകയാണ്. ഉത്സവത്തിന്റെ ഭാഗമായി മുത്തുക്കുടകളുടെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടുകൂടിയ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര വെങ്ങര ശ്രീ ഇട്ടമൽ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കിളർക്കുടിയൻ ധർമ്മദൈവ സന്നിധിയിൽ സമാപിച്ചു. ധർമ്മദൈവം, ഉഗ്രമൂർത്തി, കരിഞ്ചാമുണ്ടി, പൊട്ടൻ ദൈവം, ഗുളികൻ ദൈവത്തിന്റെ പുറപ്പാട്, അന്നദാനം എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. ഏപ്രിൽ 30 ചൊവ്വാഴ്ച കളിയാട്ട മഹോത്സവം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം വടക്കേംവാതിൽ അടിയന്തിരാം ഏപ്രിൽ 30 ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് നടക്കും. മുഴുവൻ ബാല്യക്കാരും ചടങ്ങിൽ സംബന്ധിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുപുഴയിൽ ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. വെസ്റ്റേലേരി നാട്ടക്കലിലെ പി കുമാരനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. അപകടത്തിൽപ്പെട്ട് നിർത്താതെ പോയ ലോറി പിന്നീട് ചെറുപുഴ പോലീസ് പിടികൂടി. താവം റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജിന് സമീപം പരസ്യ മദ്യപാനം പതിവാകുന്നു. ഫുട് ഓവർ ബ്രിഡ്ജ് വഴി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് യാത്രക്കാർ. പ്രതിഷേധം വ്യാപകമാകുന്നു. നിർമ്മാണം തുടങ്ങി 4 വർഷമായിട്ടും പൂർത്തിയാകാത്ത ഒരു പാലമുണ്ട് പയ്യന്നൂർ ചെറുപുഴ റോഡിൽ മാത്തിലിനടുത്ത് വടവന്തൂരിൽ. വീതി കുറഞ്ഞ പഴയ പാലത്തിലൂടെയാണ് നിലവിൽ ഗതാഗതം. എത്രയും പെട്ടെന്ന് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നാളത്തെ ഇന്ത്യ യുവാക്കളുടേതാണെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. അയത്രവയൽ സാന്ത്വന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 35ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.